أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, കുറേയായി വീഡിയോയിൽ വന്നിട്ട് പ്രത്യേക ഒരാവശ്യങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ മൻസൂർ മണ്ണാർക്കാടിനെ പോലുള്ള അതുപോലെ തന്നെ ഒരു ഒതുക്കുങ്ങൽക്കാരനും അതുപോലുള്ള ചില നിഫാഖിൻ്റെ അയലുകാരിങ്ങനെ വിളമ്പുന്നതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മറുപടി ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു നോക്കിയിരുന്നു. പിന്നീട് അവർക്ക് മറുപടി അർഹിക്കുന്നില്ല. കാരണം അവർ ആ നിഫാഖിൻ്റെ സ്വഭാവം അബ്ദുല്ലാഹി ഇബ്നു സലൂലിനെ പോലെ അവരാ നിഫാഖിൻ്റെ സ്വഭാവം കൊണ്ട് നടക്കുക തന്നെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ കൂടുതൽ അവരെക്കൊള്ള ഞാൻ തിരിയാതിരുന്നതും. എന്നാൽ അവർ ആൺകുട്ടികളാണെ ഒന്ന് പ്രതികരിക്കേണ്ടിയിരുന്നു. അതവർ ചെയ്യുന്നുമില്ല. കാരണം അവർക്കറിയാം, നേരത്തെ പറഞ്ഞാണ് ഞങ്ങൾ പ്രതികരിക്കൂലാണ്, ഞങ്ങളെ പണിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് തന്നെ അബ്ദുല്ലാഹി ഇബ്നു സലൂലും പറഞ്ഞത്. എന്താവട്ടെ, ഇപ്പോൾ ഒരു പുതിയ സംസാരങ്ങൾ നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ കൂടുതൽ ഇത് യൂട്യൂബ് എടുത്ത് നോക്കാറില്ല. ഉണ്ടെന്ന് കേൾക്കുന്നു. ചിലതൊക്കെ എന്നെ കേൾപ്പിക്കുകയും ചെയ്തു. മടവൂർ കാഫില നടത്തുന്ന ലത്തീഫിയുടെ ഭാര്യ മരിച്ചത് പ്രസവത്തിൽ നിന്ന് രക്തസ്രാവം കൊണ്ടാണ്, ഡോക്ടറെ കാണിച്ചില്ല എന്നുള്ളത്. അത് കൊണ്ടുപോയിട്ട് നേരെ മടവൂർ ശേഖന് കൊണ്ടുപോയി വെച്ചും കൊടുത്തുക്കണമല്ലോ ആര്? ഈ വിമർശകർ. എന്നാൽ ആ വിമർശകരോട് എനിക്കൊന്ന് പറയാനുള്ളത്, ആരാണ് മടവൂർ മഹാനര്? മുദബ്ബിറുൽ ആലം മഹാനര് ആരാണ്? അത് അറിയാതെ വെറുതെ വിമർശിച്ചുകൂടരുത്. ഞാൻ പറയട്ടെ, ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് തന്നെ ഞാൻ നേരത്തെ 3 വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മടവൂർ കാഫില നടത്തുന്ന സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആ വ്യക്തി എൻ്റെ വീട്ടിൽ വന്ന് വീഡിയോ പിടിച്ചതിൽ 30ഓളം വീഡിയോ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 3 വീഡിയോ മഹാനര് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. എന്നോട് നേരിട്ട് മഹാനര് പറഞ്ഞതാണ്. എൻ്റെ ഭാര്യയുടെ പ്രസവ കാരണം അത് ആ കാലഘട്ടത്തിൽ അവരോട് ചോദിക്കാതെ ഒരു പ്രവർത്തനം ഞാൻ നടത്താറില്ല. അവർ വിഷയം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഞാൻ ചെയ്യാറുമില്ല. ഹോസ്പിറ്റൽ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയില്ല, ഞാനെന്ത് കളിച്ചാലും ശരി. അതേ അവസരത്തിൽ എന്നോട് പറഞ്ഞത് 1, 2, 3 ഹോസ്പിറ്റൽ, കോഴിക്കോട് ജില്ലയിലുള്ള കോഴിക്കോട് സിറ്റിയിലുള്ള ഏറ്റവും വലിയ 2, 3 ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ 2, 3 ഹോസ്പിറ്റലിനെ പറ്റി പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അതൊന്നും ഹോസ്പിറ്റലുകളല്ല. ആ പറഞ്ഞ വാക്കിൻ്റെ അകത്ത് മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞു ചതിയുടെ കേന്ദ്രങ്ങളാണെന്ന്. പിൽക്കാലത്ത് അത് ചതിയുടെ കേന്ദ്രങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത് എന്നോട്, മെഡിക്കൽ കോളേജ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടതാണ്, അവിടെ നല്ല ഡോക്ടർമാരും ഉണ്ട്. ഈ നല്ല ഡോക്ടർമാരും ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മെഡിക്കൽ കോളേജായി ഏത് ഹോസ്പിറ്റലായി അവിടെ ചതിയന്മാരും ഉണ്ട് എന്നാണ്. അത് തന്നെ ഞാൻ ഹോസ്പിറ്റലിനെ പറ്റി രോഗനിർണയവും ചികിത്സയും എന്ന പറ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സേഫൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. എനിക്കത് മനസ്സിലായത് എങ്ങനെയാണ്, എൻ്റെ ഭാര്യയുടെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ 8 മാസത്തോളം കൊണ്ടുപോകും, അവർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിടും. അങ്ങനെ 8 മാസത്തോളം പല പ്രാവശ്യമായിട്ട് കൊണ്ടുവന്നു. ഏതോ ആവട്ടെ, നമ്മൾ ഇംഗ്ലീഷ് മരുന്നിനേക്കാണ് കൂടുതൽ കൊടുക്കുക, നാടൻ മരുന്നുകൾ ഇലകൾ പറിച്ചിട്ടാണ്. അങ്ങനത്തെ ഒരു സ്വഭാവം എൻ്റെ കയ്യിലുണ്ട്. ഈ കാരണം കൊണ്ട് ബ്രേക്ക് ആയില്ല. അവിടെ ചെന്ന് 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവർ ടെസ്റ്റ് ചെയ്ത് നോക്കണതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. കാരണം ഇത് ലൈൻ തുറന്നു, പൈപ്പ് ലൈൻ തുറന്നാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ലോ, അവർ കാണില്ല, സ്കാൻ ചെയ്താലും കാണുന്നില്ല. ഏതോ ആവട്ടെ, പിന്നീട് ഒരു ഡോക്ടറാണ് എന്ന് എന്നോട് പറഞ്ഞത്, ഇത് ന്യൂറോ ആയിട്ട് ബന്ധപ്പെട്ടാണ്, അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം, അത് ചൊവ്വാഴ്ച വരുമെന്ന് ഒറ്റ ഡോക്ടർ എന്നോട് പറഞ്ഞു. എന്നോട് വെള്ളിയാഴ്ചയാണ് പറയുന്നത്. വെള്ളിയാഴ്ച അതിൻ്റെ ടൈം കഴിഞ്ഞു. അതിൻ്റെ ഒ പി ഉള്ളത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയുമാണ്. ഇന്ന് ടൈം കഴിഞ്ഞു പോയി. നിങ്ങൾ ശ്രദ്ധിക്കണം, രോഗിൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോകരുത്. കാരണം രാവിലെ കൊണ്ടുവന്നു, സ്കാനൊക്കെ ചെയ്തു, അതിലൊന്നും കുഴപ്പം കണ്ടില്ല. ഉച്ചക്ക് വീണ്ടും സംഭവിച്ചപ്പോൾ കൊണ്ടു ചെന്നപ്പം
ആ ഒരൊറ്റ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത്, ന്യൂറോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് വിഷയം, കാണിക്കുക തന്നെ വേണം, നേരം വെക്കാൻ നിൽക്കരുത്, അത് അതിൻ്റെ ഒപ്പി ചൊവ്വാഴ്ചയാണ്, രോഗിൻ്റെ അടുത്തുനിന്ന് ആരും പുറത്തു പോവുകയും ചെയ്യരുത് എന്ന നിർദ്ദേശം ഒരൊറ്റ ഡോക്ടറെ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ മുമ്പ് എത്രയോ ഡോക്ടർമാർ ഇത് പരിശോധിച്ചിട്ടുണ്ട്, സ്കാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പലതരം ഇതും പിന്നെ ഈ എക്സ്റേ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ECG എടുത്തിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്. ഇതൊന്നും അവർക്ക് തിരിഞ്ഞില്ല, ഒരാൾക്ക് തിരിഞ്ഞു. അപ്പം നല്ല ഡോക്ടർമാരും ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ സ്വഭാവം അന്നപ്പോഴാണ് നമുക്ക് തിരിയുന്നത്. അതുപോലെ തന്നെ വേറെ 3-4 വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കടുത്ത ചതിയന്മാരും അതിലുണ്ടായിട്ടുണ്ട്, എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ തലേന്ന് രാവിലെ സംഭവിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നു, ഉച്ചക്കും സംഭവിച്ചു, നേരെ ഡോക്ടറെ അടുത്തേക്ക് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോയി. പിന്നെ ഈ ഡോക്ടറുടെ നിർദ്ദേശം രാത്രിയിൽ സംഭവിച്ചു. പിന്നെ കോളേജിൽ OP ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് കോഴിക്കോട് പ്രബലമായ ഒരു ഹോസ്പിറ്റൽ, പേരുകൊണ്ടേ പ്രബലതയുള്ളൂ, അത് കുറേ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അത് വേറെ വിഷയം. ചതിയുടെ കേന്ദ്രം, അതും ചതിയുടെ കേന്ദ്രമാണെന്ന് എനിക്ക് പിന്നീടാണ് തിരിഞ്ഞത്. കാരണം എൻ്റെ ഭാര്യക്ക് ഇങ്ങനെ സ്ട്രോക്ക് സംഭവിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്ന് രാവിലെ എടുത്ത സ്കാൻ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ മുമ്പ് എടുത്ത സ്കാനും കാണിച്ചിട്ടുണ്ട്. അതൊന്നും അവർക്ക് മതിയായില്ല. അവർ പറഞ്ഞു ഇതന്നെ ഒന്ന് വേറെ എടുക്കണം ഞങ്ങൾക്ക് നോക്കാനെന്ന്. ആ സ്കാൻ എടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ പറയുന്നത് ഇതിൽ തിരിയില്ല. മെഡിക്കൽ കോളേജിൽ കൊടുത്ത സ്കാൻ, അന്ന് എടുത്ത സ്കാൻ എന്നാൽ പിന്നെ തിരിയുന്നില്ല, നമ്മൾ കുറച്ചുകൂടി വലുതെടുക്കാമെന്നല്ല പറയേണ്ടത്. സമ്പത്തുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ അന്നേരം എൻ്റെ ഭാര്യൻ്റെ അടുത്ത് സ്കാൻ ചെയ്യുന്ന മെഷീൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. കാരണം നമ്മൾ ടെൻഷനായിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ 2ാം നിലയിൽ പറയുന്നു ഇത് പോരാ, ഇത് കുറച്ച് വലുതെടുക്കണം, സ്കാനിങ് പവർ കൂടിയതെടുക്കണം, അതിന് പണം കൂടുമെന്ന്. ഞാൻ പറഞ്ഞ പണത്തെ നോക്കണ്ട, സ്കാൻ ചെയ്യണമെന്ന്. നമ്മൾ ഇൻഷൂറൊന്നും ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, പറമ്പിറ്റാലും തിരക്കില്ല, കാര്യം നടത്തണം എന്ന നിലക്ക് തന്നെയാണ് ആ പറഞ്ഞത്. ഉടനെ കനമേറിയ സ്കാൻ ചെയ്തു. എന്നാൽ പിന്നെ ആ കനമേറിയ സ്കാൻ അവർ രാവിലെ തന്നെ ആദ്യം ചെയ്താൽ മറ്റേ ആദ്യത്തെ ആ പൈസ 4000 റുപ്യ വെറുതെ കൊടുക്കേണ്ടിയില്ലായിരുന്നല്ലോ. അപ്പോൾ അത് മെഡിക്കൽ കോളേജിൽ ചെയ്ത് ഓൾക്ക് മതിയായില്ല. കാരണം സാമ്പത്തികമാണ് സംഭവം ഒന്ന്. രണ്ടാമത്തത് അവിടെയുള്ള ആ ഹോസ്പിറ്റലിൽ എല്ലാവരും അങ്ങേയറ്റം പഠിച്ചവനേക്കാളും വിശ്വസിക്കാമെന്നൊക്കെ പറയാറുണ്ടല്ലോ സാധാരണ സ്വഭാവം ചില ആൾക്കാർ, എന്നതുപോലെ വിശ്വസിച്ച് കിടക്കണം. മനുഷ്യൻ എൻ്റെ ഭാര്യ രോഗിയായി കിടക്കുമ്പോൾ ബെഡിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തൽക്കം ഓപ്പറേഷൻ വേണമെന്നാണ്. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞിട്ടുണ്ട്, എരിയത്ത് നിൽക്കുന്ന മകളോട് പറഞ്ഞിട്ടുണ്ട്, ആര് എന്ത് എപ്പോൾ പറഞ്ഞാലും നിങ്ങൾ പ്രതികരിക്കരുത്, എന്നെ ഉടനെ വിളിച്ചോളണം, ഞാൻ പ്രതികരിച്ചോളൂ. അങ്ങനെ തന്നെ ഉടനെ തന്നെ ഓള് ടെലിഫോൺ എടുത്തപ്പോൾ അല്ല ആരോട് പറയണ്ട, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഭാര്യ അന്നേരം വീണതാണ്. പിന്നെ തല പൊക്കുന്നത് 4 ദിവസം കഴിഞ്ഞ ശേഷം. സ്വാഭാവികമായിട്ടും പല വിഷയത്തും വലിയ വലിയ ഹോസ്പിറ്റലുകൾ വഞ്ചിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പല രോഗികൾക്കും ഞാൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കലല്ല, അവർക്ക് വേണ്ടി ശുശ്രൂഷയൊക്കെ ആയിട്ട് പല വിഷയത്തിലും ഓടി നടക്കാറുണ്ട്, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇതിൽ നിന്നുള്ള ചതികളൊക്കെ മനസ്സിലായ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോളോട് ഇത് പറഞ്ഞത്. അങ്ങനെ വ്യക്തമായി. പിന്നെ മോള് ഞാൻ വന്നപ്പോഴത്തെ വിഷയം പറഞ്ഞു. ഭാര്യ ക്ഷീണിതയായിപ്പോയി. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഉടനെ തന്നെ വേറൊരു വലിയൊരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ വിളിച്ചു. എനിക്ക് ഈ ന്യൂറോൻ്റെ മെയിൻ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കിട്ടണം, ഇങ്ങനെ ഒരു പണി ഇവിടുത്തെ ഒരു വലിയ ഡോക്ടർ ചെയ്താഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എറണാകുളത്തുണ്ടെന്ന് കേൾക്കുന്നു, അതിൻ്റെ അഡ്രസ്സ് ഒന്ന് കിട്ടണം, എനിക്കൊന്ന് ബുക്ക് ചെയ്ത് തരുമാണോ, ഒന്ന് പോയി കാണണം, കണ്ടിട്ട് കാര്യങ്ങൾ ബാക്കി തീരുമാനിക്കണം. അതിന് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞത്. ഓഫീസിൻ്റെ ഒന്നുണ്ടായിപ്പോയി, ഈ നേഴ്സ് റൂമിൻ്റെ അടുത്തുനിന്നായിപ്പോയി പറഞ്ഞത്. ഞാൻ സത്യത്തിൽ എറണാകുളത്ത്, ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ ഇപ്പോൾ വരും, എറണാകുളത്തേക്ക് പുറപ്പെടും, അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണും, പൈസ എത്രയോ ആയിക്കോട്ടെ സാരമില്ല എന്ന് പറഞ്ഞത്. ഉടനെ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇയാൾ ഇന്നെ വിളിച്ചിരിക്കണം, ഈ ഡോക്ടർ വിളിച്ചിട്ടുണ്ട്. അയാൾ ഓഫീസിൽ വെച്ച് പിന്നെ അയാൾ പറയുന്ന വാക്ക് ഇത്ര വഞ്ചകനാണെന്ന് പിന്നെ തിരിയാൻ വേറെ എങ്ങോട്ടോ പോകണോ, അതിന് ഓപ്പറേഷൻ ഒന്നും വേണ്ട, ട്രീറ്റ്മെൻറ്റ് മതിയെന്ന് ആദ്യം രോഗിനോട് പറഞ്ഞത് എന്താണ്. അപ്പം ഈ തരം ചതികൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പലപ്പോഴും പറയാറ്, സർക്കാർ ഒന്ന് ശ്രദ്ധിക്കണേ, ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നുണ്ട് എന്ന്. അങ്ങനെ ഏതായാലും അവിടെ തന്നെയാണ് ചികിത്സ നടത്തുന്നതെങ്കിലും പിന്നെ അയാൾക്ക് ഇന്നേയും പേടിയായി, ഇത് വലിയോടത്തെത്തും എന്ന് മനസ്സിലായപ്പം പിന്നെ അയാൾ മാണ്ടാത്ത എഴുതൂല. ഗുളിക ഏത് മാറ്റി എഴുതിക്കുന്നോ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ എടുത്തുകൊണ്ട് പോയിട്ട് അയാൾക്ക് ബില്ല് കൊടുക്കേണ്ടതാണ് കൊടുക്കും, അല്ലെങ്കിൽ ഇല്ല, പോയി കാര്യം അന്വേഷിക്കുന്നത് എന്തിനുള്ള ഗുളികയാണ്.
കാരണം തകരാറാക്കാൻ കഴിയും. ഇത് സ്വയഹുന തന്നെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു മഹാനര് ഒരു പാമ്പ് കടിച്ച കാരണം കൊണ്ട് അത് ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട്. ഓമശ്ശേരി ഭാഗത്താണ് ജീവിച്ചിരിക്കുന്നത്. ആ പാമ്പ് കടിയേറ്റ പെണ്ണിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ മരിച്ചു എന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വിധി എഴുതി. സ്വയഹുന പറഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മറ്റേ മൂപ്പൻ്റെ പോലെയാണ് കോഴിക്കോട് 6 മണിക്ക് സംസാരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ 6 മണിയായപ്പം പെണ്ണ് സംസാരിച്ച മറ്റോലാരും കേട്ടില്ല, ഡോക്ടർ കേട്ടില്ല, ബാക്കി എല്ലാവരും കേട്ടു. ചുരുക്കി പറയാ ബഹളായി. അങ്ങനെ ഇതൊക്കെ ആയപ്പം ഡോക്ടർ വീണ്ടും വന്ന് പറഞ്ഞു ഇത് മരിച്ചതാണ്, നിങ്ങൾക്ക് എന്തോ മഹാലസ്യപ്പെട്ടു പോയതെന്ന് അയാൾ വീണ്ടും വിധി എഴുതി. ഉടനെ തന്നെ ഇദ്ദേഹം പറഞ്ഞ് ഒന്നും പറയാനായിട്ടില്ല, അടക്കട്ടെ എന്നിട്ട് ഇതിൻ്റെ അയലുകാർ നേരെ ഷെയ്ഖുനാൻ്റെ അടുത്ത് തന്നെ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ ഉണ്ടാക്കി തരി, ഞാൻ വിഷമത്തിലാണ്, പരിഹാരം ഉണ്ടാക്കി തരിയെന്ന് പറഞ്ഞു. വരുമെന്ന് പറഞ്ഞു. നേരെ കൂട്ടിക്കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ഗേറ്റ് അടച്ചിട്ടു. ഗേറ്റ് അടച്ചപ്പം ഗേറ്റ്മാനോട് പറഞ്ഞ് തുറക്കുന്നു പറഞ്ഞു. ആ ചോദ്യം അതൊക്കെ മഹാന്മാരുടെ ചോദ്യം വേറൊരു ചോദ്യമായിരിക്കും. അതിൽ പെട്ടെന്ന് അദ്ദേഹം തുറന്നു കൊടുത്തു. ഇവരും കൂടെ പോയി നേരെ പോരുന്ന സമയത്ത് ഇരിയത്ത് പോയി. അപ്പോഴത്തേക്ക് ഡോക്ടർ ഓടിയെത്തി. കാരണം ഗേറ്റ് പെട്ടെന്ന് തുറന്ന് വന്നതൊക്കെ ആകുമ്പോൾ ഡോക്ടർമാർ ശ്രദ്ധിക്കുമല്ലോ. ഡോക്ടർ ഓടിയെത്തി ചോദിച്ചു മരിക്കാത്ത ബോഡിയെ മരിച്ചെന്ന് പറയാൻ നിനക്കാരാ അധികാരം തന്നെന്ന്. ഉടനെ തന്നെ അത് മരിച്ചിട്ടുണ്ടല്ലോ. ഉടനെ തന്നെ ആ ബോധരഹിതയായി കിടക്കുന്ന മരിച്ചെന്ന് വിധി പറയുന്ന ആ പെണ്ണ് ഉടനെ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. എഴുന്നേറ്റു. വെള്ളവും കൊടുത്തു. മന്ത്രിച്ചിട്ട് വെള്ളം കൊടുത്തു. ആ വെള്ളം കുടിച്ച് ഏതായാലും ഉടനെ സൈഫന പറഞ്ഞു ഇനി ഇവിടെ നിർത്തരുത്, അവർ കൊല്ലും, ഇവരെ കൊല്ലും. അങ്ങനെ പിന്നെ വേറൊരു ഹോസ്പിറ്റൽ നിർദ്ദേശിച്ചു കൊടുത്തു. അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു വരുന്നത് മെഡിക്കൽ സിസ്റ്റത്തിൽ ഇങ്ങനെ പല ചതികളും നടക്കുന്നുണ്ട്. സൈഫൻ എന്നെ നേരിട്ട് ഇടപെട്ടിട്ട് കൈകാര്യം ചെയ്തൊരു വിഷയമാണത്. അപ്പം നല്ല ഡോക്ടറും ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മോശപ്പെട്ടവരും ഉണ്ട് എന്ന് പൂർണ്ണമായിട്ടും വ്യാഖ്യാനിച്ചു കൊള്ളണം. ഏതോ ആവട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്തൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലേ ഇത് നമ്മൾ നോക്കണം. എന്നോട് നേരിട്ട് പറഞ്ഞ വിഷയമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ സിറാജുദ്ദീൻ എന്ന് പറയപ്പെട്ട ആ വ്യക്തിയുടെ ഭാര്യ മരണപ്പെട്ടതുമായിട്ട് മടവൂർ മഹാനരെ, മുദബ്ബിറുൽ ആലം മഹാനരെ കുറ്റപ്പെടുത്താൻ ഈ സാധു ആയ അനുവദിക്കൂല. ഞാനതിന് ഏതറ്റം വരെയും പോകാനും തയ്യാറാണ്. നിങ്ങൾ ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്. ഇതൊക്കെ സൈഫന നേരിട്ട് ചെയ്തു കാണിച്ചതാണ്. എന്നാൽ സൈഫന വ്യക്തമായും ശരീഅത്തനുസരിച്ചും നിയന്ത്രിച്ചിട്ടുണ്ട്, ഹഖീഖിയായ നിലക്കും നിയന്ത്രിച്ചിട്ടുണ്ട്. ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആരാണ് മുദബ്ബിറുൽ ആലം? അതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ഇറക്കേണ്ടതുണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇറക്കിയിട്ടുണ്ട്, ഇനിയും ഇറക്കേണ്ടതുമുണ്ട്. തെറ്റിദ്ധാരണ ഉള്ള ആളുകൾക്ക് തെറ്റിദ്ധാരണ പോകാൻ വേണ്ടി. ഒന്ന്, ഈ പാമ്പ് കടിയേറ്റ ഭാര്യനെ, ഒരു പെണ്ണിനെ ഈ നിലക്ക് ഭൗതികമായ നിലക്ക് തന്നെ നിയന്ത്രിച്ചത് അത് ശരീഅത്തനുസരിച്ചിട്ടാണ്. എന്നാൽ ഹഖീഖിയായ നിലക്ക് മുദബ്ബിറുൽ ആലം ആണെന്ന് പറയാൻ വ്യക്തമായ തെളിവായിട്ട് മറ്റൊരു മയ്യത്തായിട്ട് എന്നെ വന്നിരുന്നു. സൈഫനാൻ്റെ അടുത്ത് പോണ പോക്കിൽ സൈഫനാനോട് പറഞ്ഞ മയ്യത്ത് കൊണ്ടുവരുമെന്ന് അറിഞ്ഞത്. നേരെ ആൾ കൊണ്ടു ചെന്നു. അവിടെ നിന്ന് ഒന്ന് നോക്കി എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. എഴുന്നേറ്റു പോയിക്കോളൂന്നും പറഞ്ഞു. എന്തേ കാരണം? അത് മുദബ്ബിറുൽ ആലമാണ്. അത് റൂഹിനെ അസ്രായേൽ അലൈഹിസ്സലാമിനോട് തിരിച്ചു കൊടുപ്പിച്ചതാണ്. ഇത് മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇത് തന്നെ റിഫായി ശൈഖ് തങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതന്നെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് തന്നെ ബദരീങ്ങൾപ്പെട്ട നമ്മുടെ പാറപ്പള്ളിയിൽ വന്ന് താമസിച്ച, കടലിലെ പാറയിൽ ആഴ്ചകൾ താമസിച്ച ആ ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാർ അവിടെ വെച്ച് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് രാജാവിൻ്റെ മോള് മരണപ്പെട്ടു. ഉടനെ തന്നെ ആ ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അവർ വ്യക്തമായി ചോദിച്ചു എന്താണിത് വിഷയമെന്ന് ചോദിച്ചു. അപ്പം മലയാളം തിരിയോല്ല എന്നുള്ള സംശയമുണ്ട്. അതൊക്കെ തിരിയോന്നുള്ള നമ്മൾ ചൈനയിൽ കാക്ക പോയ കഥ നമുക്ക് പറയാം. തിരിയൽ ആംഗ്യ ഭാഷ എന്ന് പറഞ്ഞൊരു ഭാഷ ഉണ്ട്, അങ്ങനെയും തിരിയാം. അതല്ല, അവർ മഹാന്മാരായ ആരിഫീങ്ങളായ ഔലിയാക്കളാണ്. അവർക്ക് ഭാഷ വിഷയം ഉള്ളതല്ല, അത് വേറൊന്നാണ്. അത് ബുദ്ധിയുള്ള ഈമാനുള്ള ആളുകളോടെ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. മറ്റവരോട് പറയാനുള്ള അടയാളം ഇങ്ങനെ ചൈനയിൽ കാക്ക പോയി ഇറച്ചി ചോദിച്ച കഥയാണ്. ഹോട്ടലിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. ഇറച്ചി ഉണ്ടോയെന്ന് ചോദിച്ചത്, ഇറച്ചി നുള്ളി മേലിൽ തന്നെ ഇറച്ചി നുള്ളി കാണിച്ചു കൊടുത്തോണ്ടോയെന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുത്ത് എന്തിൻ്റെ ഇറച്ചിയാണോ എന്ന് ചോദിച്ചപ്പോൾ മറ്റോനിത് തിരിയില്ല. എന്നപ്പോൾ ചോദിച്ചതാ ഇതാണോ
അല്ലെങ്കിൽ എന്നാണ്. അപ്പോൾ പറഞ്ഞു പറഞ്ഞിട്ട് എന്നറിഞ്ഞാണ്ട് കാക്ക ഇറങ്ങിപ്പോകാൻ ഓട്ടയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അതും അങ്ങനെ ചില ചരിത്രങ്ങളുണ്ട്. ഒക്കെ തമാശയ്ക്ക് പറയുന്നതാണ്, ആൾക്കാർ തമാശയ്ക്ക് പറയുന്നതാണോ അല്ലെന്നും ഞമ്മക്കറിയാം. ചുരുക്കി പറഞ്ഞാൽ ആംഗ്യ ഭാഷ എന്നൊരു ഭാഷയുണ്ട്. ആ ഭാഷയിലൂടെയും ആവാം. അവരാ കുട്ടിയെ അങ്ങ് എഴുന്നേൽപ്പിച്ചു കൊടുത്തു, കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം എടുത്തത് എവിടെന്ന് വെച്ചാൽ ഇപ്പോഴും ആളുകൾ അമൃതായി കൊണ്ടുപോകുന്ന, അവർക്ക് അല്ലാഹു തആല നൽകിയ കടലിൻ്റെ ഉള്ളിൽ തന്നെ ആരാൻ്റെ മുതലിൻ്റെലേക്ക് എത്താതെ കടലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കൊടുത്ത ഉറവയിൽ നിന്നാണ് ആ വെള്ളം എടുത്തു കൊണ്ടുവന്ന് മന്ത്രിച്ചു തളിച്ചു എഴുന്നേറ്റു. അങ്ങനെയാണ് രാജാവ് ചോദിക്കുന്നത്, എന്ത് പാരിതോഷികോ? അപ്പോഴാ പറഞ്ഞത്, കുടികെട്ടി താമസിക്കാനും കുത്തിയിരിപ്പിനും കുടികെട്ടി താമസിക്കാനും കുറച്ച് ഭൂമി വേണമെന്ന്. എത്ര വേണമെന്ന് വെച്ചാൽ ഇവിടുന്ന് തൊട്ട് 2 സൈസാണ്. കണ്ണെത്തുന്ന ദൂരമാണോ അതല്ല ഏറിൻ്റെ ദൂരം, അങ്ങനെയാണ് അന്ന് കണക്കാക്കൽ. കണ്ണെത്തുന്ന ദൂരവും ഏറിൻ്റെ രൂപം മതി എന്നാണ്. അവിടുന്ന് വടിയെടുത്തെറിഞ്ഞു. ഇന്ന് കാണുന്ന റോഡിൻ്റെ ആ ഏരിയയിൽ തന്നെ കാണുന്ന അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ വടി ചെന്ന് വീണത്. അങ്ങനെയാണ്. പിന്നെ ആ ചരിത്രമൊക്കെ തോനെ പറയാണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവരും കാണിച്ചു, അത് തന്നെയാണ് മടവൂർ മഹാനരും കാണിച്ചത്, അത് തന്നെയാണ് മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളും കാണിച്ചത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കുട്ടികളെ വിളിക്കാൻ പറഞ്ഞ സന്ദർഭം ഉണ്ട്. കാരണം പിന്നെ മുത്തുനബി തങ്ങൾ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആടിനർത്തതുപോലെ ഒരു മോന് മറ്റേതിനകത്ത് അർത്ത്. ഈ വേദനയിൽ മറ്റേതിൻ്റെ തലക്കന്നാവും കുത്തി. അങ്ങനെ മരണപ്പെട്ടു. ഈ ജനാസകൾ നേരെ റൂമിൻ്റെ ഉള്ളിൽ മാറ്റി വെച്ചു. മാത്രമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വരുന്നത്. അങ്ങനെ നേരെ ചെന്നിട്ട് അത് മാറ്റി വെച്ചു. പക്ഷേ മുത്തുനബി തങ്ങൾ വന്നപ്പോൾ ആദ്യം തന്നെ കുട്ടികളെയാണ് അന്വേഷിച്ചത്. കുട്ടികളെ അന്വേഷിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ വീട്ടുകാരത്തി പറഞ്ഞു, അവർ 2 മരണപ്പെട്ടു പോയിന്ന്. വിളിക്കൂന്ന് പറഞ്ഞു. അപ്പം സംസാരിച്ച് കളിച്ചപ്പം ഞാനാ വിളിക്കുന്നതെന്ന് പറഞ്ഞ് വിളിക്കൂന്ന് പറഞ്ഞു. നേരെ വിളിച്ചു. 2 കുട്ടികൾ നല്ല ഉന്മേഷവാന്മാരായിട്ട് ഇങ്ങ് പോരുകയും ചെയ്തു. എന്തേ കാരണം? അസ്രായീൽ അലൈഹി ഇസ്ലാമിനെ നിയന്ത്രിക്കുന്നതെന്ന് മഹാനരാണ്, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അസ്രായീൽ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്തു? ഈ അധികാരം നിലനിൽക്കുന്നു, ആ അധികാരം ഉപയോഗിച്ചിട്ട് റൂഹിനെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. റൂഹിനെ കുട്ടികൾക്ക് തിരിച്ചു കിട്ടി. അവർ എത്രയോ വയസ്സന്മാരായതിനു ശേഷമാണ് വഫാത്താവുന്നത് തന്നെ. ചുരുക്കി പറയാ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. പണ്ഡിതനെടുത്തനാവണമെങ്കിൽ എല്ലാ അനന്തരാവകാശവും കിട്ടുക തന്നെ വേണം. അല്ലാതെ എന്തെങ്കിലും വിളിച്ചാൽ രാജ്യം, ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ തന്നെ വേറെ തന്നെ ഇറക്കാം. ഏതോ ആവട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ശൈഖുനാനെ കൊച്ചാക്കാൻ ആരും ശ്രമിക്കേണ്ട. പല ആളും പലതും പറഞ്ഞതുണ്ട്. അതൊക്കെ നിങ്ങളെ ബുദ്ധിയില്ലായ്മയാണ്. പിന്നെ സിറാജുദ്ദീൻ എന്ന ആ വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇനി കുറച്ച് സംസാരിക്കാനുണ്ട്. തെറ്റ് ചെയ്തിക്കണമെങ്കിൽ തെറ്റ് തന്നെയാണ് ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് ഒരു വീഡിയോയിലൂടെ കൂടി ആ വിഷയം കൂടി ഒന്ന് പറയാം. തൽക്കാലം നിർത്തട്ടെ.